നാട്ടിലേക്ക് പോകാൻ രാത്രി ബസ് കാത്തു നിൽക്കുകയായിരുന്നു അനുശ്രീ. സമയം 10 മണി കഴിഞ്ഞു. നല്ല മഴ, കോളിനു സാധ്യതയുണ്ട്. നാട്ടിൽ നിന്നും പെട്ടെന്നാണ് അമ്മക്ക് സുഖമില്ല എന്ന് കോൾ വന്നത്. തനിക്ക് ഈ ലോകത്തിൽ ആകെയുള്ളത് അമ്മ മാത്രമാണ്. നല്ലൊരു ഞായർ. തറവാട്ടിലെ അംഗമാണ് താൻ. അച്ഛനും അമ്മയ്ക്കും ഒറ്റ മകളാണ് ഞാൻ. നന്നായി പഠിക്കുന്നത് കൊണ്ട് തന്നെ എറണാകുളത്തെ പ്രശസ്തമായ കോളേജിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അവിടെ തന്നെയാ MBAയ്ക്കും ചേർന്നു. എന്നാൽ അവിടെ മുതലാണ് തൻ്റെ ജീവിതം താളം തെറ്റാൻ തുടങ്ങിയത്. ചേർന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ദിവസം നാട്ടിൽ നിന്നും ഇതുപോലെ വിളിച്ചു. അച്ഛന് നെഞ്ചുവേദന വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്നു. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. എന്നെയും അമ്മയെയും തനിച്ചാക്കി അച്ഛൻ പോയി. ബന്ധുക്കളായി വന്നവർ എല്ലാം നോക്കി നടത്താം എന്ന വ്യാജേന സ്വത്തുക്കളെല്ലാം കൈയടക്കി. ജീവിതത്തിൽ ഞാനും അമ്മയും ഒന്നുമില്ലാത്തവരായി. കയറി കിടക്കാൻ പോലും വീടില്ലാത്ത അവസ്ഥയെത്തി. ആരുടെയോ കാരുണ്യം കൊണ്ട് അമ്മയുടെ ഒരു അകന്ന ബന്ധുവിൻ്റെ വീട്ടിൽ അഭയം കണ്ടെത്തി. അവിടെയും അടുക്കളപ്പണി ചെയ്ത് അമ്മ ഇപ്പോൾ കഴിയുന്നത്. അച്ഛൻ്റെ മരണശേഷം ഇനി പഠിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു എന്നെ അമ്മ നിർബന്ധിച്ച് അയച്ചത്. ഞാൻ പഠിച്ചു ഒരു നിലയിലെത്തിയിട്ട് വേണം അമ്മയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വരേണ്ടതെന്നും പറയും. ആ അമ്മയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. മഴ ചെറുതായി പെയ്യാൻ തുടങ്ങി. ചുറ്റുമൊന്നും ആരും തന്നെയില്ല. ബസ് സ്റ്റാൻഡിൽ പോകാനായിട്ട് ഒരു ഓട്ടോറിക്ഷ പോലും കാണുന്നുമില്ല. പെട്ടെന്നാണ് പുറകിൽ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടത്. നോക്കിയപ്പോൾ 2 ബൈക്കിൽ ആയി 4 യുവാക്കൾ. കണ്ടാൽ തന്നെ പേടിയാകും. അവർ വെയിറ്റിംഗ് ഷെഡിലേക്ക് കയറി. കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള സംസാരം. ചുറ്റും മദ്യത്തിൻ്റെയും പാൻപരാഗിൻ്റെയും മണം വമിക്കാൻ തുടങ്ങി. നിന്നിടത്തു നിന്നും അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. തൻ്റെ അന്ത്യം ഏറെക്കുറെ അടുത്തു എന്ന് ഉത്തമ ബോധ്യം വന്നു. വല്ലാതെ വിയർക്കാൻ തുടങ്ങി. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചുറ്റിലും നോക്കി. മഴ ഇതിനിടക്ക് തകർക്കാൻ തുടങ്ങി. ബാഗും കയ്യിൽ അടക്കി പിടിച്ചു കുനിഞ്ഞു നിന്നു. പുറകിൽ നിന്ന് ഒരുത്തൻ കയ്യിൽ കടാരയും പിടിച്ച്. പിന്നെ മുന്നും പിന്നും നോക്കിയില്ല. ആ മയത്ത് ഇറങ്ങി ഓടി. അവന്മാർ പുറകേന്നും. ഒരുത്തൻ എൻ്റെ അടുത്ത് എത്തിയില്ല എന്ന സ്ഥിതിയായി. അവന് പിടുത്തം കിട്ടിയതോ എൻ്റെ ഷാളിലും. എന്നിട്ടും തിരിഞ്ഞു നോക്കാതെ ഞാൻ ഓടി. അവന്മാർ പുറകേന്നും. എതിർ സൈഡിൽ നിന്നും ഒരു കാർ വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിൻ്റെ പ്രകാശം കണ്ണിൽ തട്ടി കണ്ണു മഞ്ഞളിച്ചു പോയി. ഞാൻ ആ കാറിൽ തട്ടി താഴെ വീണു. പകുതി ബോധത്തിൽ കണ്ട് ചെറുപ്പക്കാരൻ കാറിൽ നിന്നും ഇറങ്ങുന്നത്. അയാളെ കണ്ടപ്പോൾ തന്നെ അവന്മാർ ഓടിയിരുന്നു. ക്ലബിൽ നിന്നും മൂക്കറ്റം കയറ്റിയിട്ട് വരികയായിരുന്നു ഡോക്ടർ ശിവാദത്ത്. ആദ്യമായിട്ടാണ് ഇത്രയും കുടിക്കുന്നത്. ഈ നാട്ടിൽ ആദ്യമായിട്ടാണ്. ഇന്നാണ് സിറ്റിയിലെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത്. അതിൻ്റെ ചെലവായിരുന്നു. കാർ ഇടയ്ക്കിടയ്ക്ക് പാളി പോകുന്നുണ്ട്. നല്ല മഴയും. അപ്പോഴാണ് ഒരു പെൺകുട്ടിയെ പിടിക്കാനായി കുറേ ചെറുപ്പക്കാർ ഓടുന്നത് കണ്ടത്. അവൾ വന്നു ചാടിയതോ എൻ്റെ വണ്ടിക്ക് മുമ്പിലും. ഞാൻ വണ്ടിയിൽ നിന്നും ഇറങ്ങിയപ്പോഴേക്കും അവന്മാർ പേടിച്ചോടി. അവളാണെങ്കിൽ പേടിച്ച് ബോധം പോവുകയും ചെയ്തു. നന്നായി മഴയും നനഞ്ഞിരിക്കുന്നു. കുറേ നേരം വിളിച്ചു നോക്കി. പേടിച്ചു ബോധം പോയതാ. പിന്നെ താമസിച്ചില്ല. അവളെയും തൂക്കി കാറിൽ കിടത്തി. കാറിലെ ലൈറ്റ് ഇട്ടപ്പോഴാണ് അവളുടെ മുഖം വൃത്തിയായി കാണുന്നത്. നിലാവ് പോലെ ഒരു പെൺകുട്ടി. കുഞ്ഞു വട്ടമുഖം, അധികം തടിച്ചിട്ടില്ലാത്ത ശരീരപ്രകൃതി, നീണ്ട മുടി. മഴ നനഞ്ഞ മുഖത്ത് എല്ലാം ഒട്ടിക്കിടക്കുന്നു. ഞാൻ ആ മുടികൾ മാടി ഒതുക്കി വെച്ചു. അവളെ നോക്കുന്തോറും ഉള്ളിൽ ഇതുവരെ ഇല്ലാത്ത എന്തൊക്കെയോ വികാരങ്ങൾ അണപ്പൊട്ടി. ലൈറ്റ് ഓഫ് ചെയ്തു. ഡോർ അടച്ചു. കാർ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിലെത്തി. കതക് തുറന്ന ശേഷം അവളെ റൂമിൽ കൊണ്ട് കിടത്തി. നനഞ്ഞ വസ്ത്രം ശരീരത്തിൽ ചേർന്ന് കിടക്കുന്നു. അത് അവളുടെ ശരീരഭംഗി എടുത്തു കാണിക്കുന്നു. അവളെ നോക്കുന്തോറും ഉള്ളിലെ മദ്യം കിടന്നു ലഹരി പിടിക്കാൻ തുടങ്ങി. തല കുടഞ്ഞ് മുറിക്ക് പുറത്തിറങ്ങി. കിടന്നിട്ടും കിടക്കാൻ പറ്റുന്നില്ല. വീണ്ടും അവളുടെ അടുത്തേക്ക് പോയി. ആരെന്നോ എന്തെന്നോ അറിയില്ല. അവളെ നോക്കും തോറും ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങി. രാവിലെ ഒരു പെൺകുട്ടി കരച്ചിൽ കേട്ടാണ് കണ്ണു തുറന്നത്. നോക്കിയപ്പോൾ കട്ടിലിന് താഴെ ഒരു പെണ്ണ്.
പുതപ്പ് മൂടിയിരുന്ന് തേങ്ങിക്കരയുന്നു. പുതപ്പിനടിയിൽ കൂടി അവളെ നഗ്നത കാണാം. ഞാൻ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റു. എൻ്റെ അവസ്ഥയും മരിച്ചല്ല. എന്തു ചെയ്യുമെന്നറിയില്ല. തല കുടഞ്ഞ് കട്ടിലിൽ തന്നെ ഇരുന്നു. കഴിഞ്ഞ രാത്രി ലഹരി പിടിച്ച് ഏതോ നേരത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ താഴെയിരുന്ന് കരച്ചിൽ തന്നെ. അപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന രക്തത്തുള്ളി കണ്ടത്. എൻ്റെ ദൈവമേ, ഈശ്വരാ, എന്തൊരു കൊടും ക്രൂരതയാണ് ഞാൻ ചെയ്തത്. കഴിഞ്ഞ രാത്രിയിലെ കാര്യങ്ങൾ ഒരു ഉൾക്കിടിലത്തോടെ അവൻ ഓർത്തു. ഇന്ന് വരെ മോശമായ രീതിയിൽ ഒരു പെൺകുട്ടിയോടും മുഖത്തു പോലും നോക്കിയിട്ടില്ല. എന്നിട്ട് താൻ മദ്യം കീഴ്പ്പെടുത്തിയ ഏതോ നേരത്ത് ചെറുത്തു നിൽക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. എന്നിട്ടും താൻ അവളുടെ തേങ്ങിൽ അപ്പോഴും നിലച്ചിട്ടില്ല. പതുക്കെ എഴുന്നേറ്റ് തറയിൽ മുട്ടുകുത്തിയിരുന്നു. കാലുകൾക്കിടയിൽ മുഖം പൊത്തി വെച്ചിരിക്കുകയാണ്. പുതപ്പ് താഴ്ന്ന വെളുത്ത തോൽ ഭാഗം പുറത്തു കാണാം. ഞാൻ പതിയെ തോളിൽ കൈ വെച്ചതും പൊള്ളിപ്പിടഞ്ഞ പോലെ അവൾ കൈ തട്ടി മാറ്റി. എന്നെ ഇനി ഒന്നും ചെയ്യരുതേ. കരഞ്ഞുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് നെഞ്ചു പിടഞ്ഞു പോയി. അവൾ നൂന്നപ്പോഴാണ് ഞാൻ അവളുടെ മുഖവും കഴുത്തും കാണുന്നത്. ചുണ്ട് പൊട്ടി രക്തം കട്ട പിടിച്ചിരിക്കുന്നു. കഴുത്തിൽ പല്ല് താഴ്ന്ന പാടുകൾ, രക്തം ചതഞ്ഞ അടയാളവും. വെളുത്ത കഴുത്തായതുകൊണ്ട് തന്നെ അത് വെടിപ്പായി അറിയാം. കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പുതപ്പ് ശരീരത്തിൽ നിന്നും ഊർന്നു പോകാതിരിക്കാൻ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. മുഖത്ത് നോക്കാതെ കുനിഞ്ഞാണ് നിൽക്കുന്നത്. കവിളിൽ കൂടി കണ്ണുനീർ ഒഴുകുന്നുണ്ട്. എൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് മുഖം താടിയിൽ പിടിച്ച് ഉയർത്തി. അപ്പോഴാണ് പരസ്പരം ബോധത്തോടെ കണ്ണുകൾ തമ്മിൽ കാണുന്നത്. മാലാഖ പോലെ ഒരു പെൺകുട്ടി. അതിനെയാണല്ലോ ഈശ്വരാ ഞാൻ നശിപ്പിച്ചത്. പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ പുറത്ത് കാണും. അത്രയും മാത്രം പറഞ്ഞ് റൂമിന് പുറത്ത് ഇറങ്ങി. ഷവറിന് താഴെ തണുത്ത വെള്ളത്തിൽ നഗ്നയായി നിന്നപ്പോൾ ശരീരം മൊത്തം നീറുന്നു. അവിടെവിടെയായി ചുവന്ന പാടുകൾ. ആകെ ഉണ്ടായിരുന്ന മാനവും അതും പോയി. ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്? ഏതോ ഒരുത്തൻ കഴിഞ്ഞ രാത്രിയിൽ തൻ്റെ എതിർപ്പുകളെ വകവെക്കാതെ തൻ്റെ ശരീരം സ്വന്തമാക്കി. അമ്മ അറിഞ്ഞാൽ ബാക്കിയുള്ള ജീവൻ കൂടെ താൻ കാരണം പോകും. അതും പാടില്ല. കുളിച്ചിറങ്ങി ഡ്രസ് മാറി കട്ടിലിൽ ചെന്ന് ഇരുന്നു. അപ്പോഴാണ് ബെഡിൽ രക്തത്തുള്ളികൾ. അതു കാണെ നെഞ്ചിൽ ഒരു വിങ്ങൽ. പൊട്ടിക്കരഞ്ഞുപോയി. തോളിൽ ഒരു കറപർഷം അറിഞ്ഞാണോ നൂന്നു നോക്കിയത്. തന്നെ കഴിഞ്ഞ രാത്രി നശിപ്പിച്ച മനുഷ്യൻ. തൻ്റെ ചെറുത്തുനിൽപ്പുകൾ വകവെക്കാതെ ബലമായി തൻ്റെ ശരീരം സ്വന്തമാക്കിയവൻ. 26 വയസ്സൊക്കെ തോന്നിക്കും. 6 അടിയോളം ഉയരം, ഒത്ത ശരീരം, നല്ല തൂവെള്ള നിറം, നീണ്ട കോലൻ മുടി, മുഖത്ത് അവിടെവിടെയായി പൊടിച്ചു വരുന്ന താടിയും മീശയും. അവൾ വെറുപ്പോടെ തല താഴ്ത്തി. അവൻ കയ്യിൽ കൊണ്ടുവന്ന കോട്ടൺ ഡെറ്റോൾ മുക്കി അവളെ ചുണ്ടിൽ ചെറുതായി വെച്ചു. അവൾ ഒരു നീറ്റലോടെ കൈ തട്ടി മാറ്റി. മദ്യത്തിൻ്റെ പുറത്ത് അറിയാതെ പറ്റിപ്പോയതാ. മാപ്പ് ചോദിക്കാനുള്ള അർഹതയില്ല എന്നും അറിയാം. എന്നാലും പറയുക ശപിക്കരുത്. അവൻ്റെ മുഖം കുനിഞ്ഞു. അതിന് മറുപടിയായി അവളുടെ കണ്ണിൽ നിന്നും ചുടു കണ്ണുനീർ ഒഴുകി. ആവശ്യം കഴിഞ്ഞെങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. മിണ്ടാൻ അർഹതയില്ലെന്ന് പറയുന്നതാകും ശരി. ആണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടേക്കാം. വേണ്ട, ചെയ്ത സഹായത്തിന് നന്ദിയുണ്ട്. തിരിഞ്ഞു നോക്കാതെ ബാഗും എടുത്ത് അവൾ നടന്നു. പുറകേന്ന് വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ല. അവൾ വല്ല അവിവേകവും കാണിച്ചാലോ എന്ന പേടിയും ഉള്ളിലുണ്ട്. പെട്ടെന്ന് തോന്നിയ ആ തോന്നലിൽ അവളെ കൈ പിടിച്ചു നിർത്തി വലിച്ചു കാറിൽ കയറ്റി. എവിടെയാ പോകേണ്ടത്? ബസ് സ്റ്റാൻഡിൽ വിട്ടാൽ മതി. വൈ നീളെ അവൾ മൗനമായിരുന്നു. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങുന്നു. ആരാണെന്നോ എന്താണെന്നോ അറിയില്ല. താൻ കാരണം നശിപ്പിക്കപ്പെട്ടവൾ. തൻ്റെ പേരെന്താ? അതിന് മൗനമായിരുന്നു മറുപടി. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ കാർ തുറന്ന് അവൾ പോകാനിറങ്ങി കൈ പിടിച്ചു നിർത്തി. തൻ്റെ കാർഡ് അവളെ കയ്യിൽ കൊടുത്തു. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാം. തിരിഞ്ഞു നോക്കാതെ അവൾ നടന്നകന്നു. ബസൻ സൈഡ് സീറ്റിൽ ഇരുന്നപ്പോൾ എന്തുകൊണ്ടോ കണ്ണു നിറഞ്ഞില്ല. മനസ്സിൽ ഇപ്പോൾ അമ്മ മാത്രമുള്ളൂ. അപ്പോഴാണ് അയാൾ തന്ന കാർഡ് ഓർമ്മ വന്നത്. അത് കയ്യിലെടുത്ത് ഒന്ന് വായിച്ചു പോലും നോക്കാതെ കാറ്റിൽ പറത്തി വിട്ടു.
അമ്മ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ ബന്ധുവായ സ്ത്രീ സ്ഥലം വിട്ടു. അമ്മ ഇപ്പോഴും ഐസിയുവിലാണ്. അറ്റാക്കായിരുന്നു. ഒരാഴ്ചയായിട്ടും മാറ്റിയില്ല. അത്രക്കും സീരിയസ് ആയിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ. ഇനി ഹോസ്പിറ്റൽ ബില്ലടക്കണമെങ്കിൽ ആകെയുള്ള നേരിയ മാല വിൽക്കണം. പണയം വെച്ചാൽ തന്നെ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ അതും വിറ്റ് ബില്ലടച്ചു. എന്നിട്ടും പ്രയോജനമുണ്ടായില്ല. എന്നെ തനിച്ചാക്കി 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ പോയി. അടക്കാൻ പോലും സ്വന്തമായി സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പൊതുശ്മശാനത്തിൽ ദഹിപ്പിച്ചു. തിരിച്ച് എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യ. സ്വന്തമെന്ന് പറയാൻ ഈ ലോകത്ത് ആരും തന്നെയില്ല. തിരിച്ചു ആ ബന്ധുവീട്ടിൽ തന്നെ പോയി. പക്ഷേ ആദ്യമൊക്കെ സ്നേഹം കാണിച്ച അവർ അകൽച്ച കാണിക്കാൻ തുടങ്ങി. അതിനു പുറമെ അവരുടെ ഭർത്താവിൻ്റെ കാമക്കണ്ണുകൾ. ഇനിയും ചെറുത്തു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ആ രാത്രി അവിടെ നിന്നിറങ്ങി. തിരിച്ചു ഹോസ്പിറ്റലിലെത്തി. ക്ലാസ്സിന് പോകാതെ റൂമിൽ തന്നെ കഴിച്ചുകൂട്ടി. പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ ഓടിപ്പോയി കലണ്ടർ നോക്കി. ഇന്ന് 29. പീരീഡ്സ് 25 എങ്കിലും ആകേണ്ടതാണ്. തനിക്കു ചുറ്റും കറങ്ങുന്നത് പോലെ തോന്നി. ഇനിയും ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ചുറ്റും നോക്കി. കയ്യിൽ കിട്ടിയ ബ്ലേഡ് എടുത്തു. അർത്ഥബോധാവസ്ഥയിൽ കയ്യിൽ നിന്നും കുടുകുടാ ഒഴുകുന്ന രക്തത്തുള്ളികൾ. പതിയെ കണ്ണുകൾ അടഞ്ഞു. അന്നത്തെ രാത്രിക്കു ശേഷം മനസ്സമാധാനത്തോടെ ഒന്നും ഉറങ്ങിയിട്ടില്ല. ആദ്യമായാണ് ഇങ്ങനെ കൺട്രോൾ വിട്ട് പെരുമാറുന്നത്. അവൾ ആരാണെന്നോ എന്താണെന്നോ എന്നറിയില്ല. പക്ഷേ അവളെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഇപ്പോഴും കൺമുമ്പിലുണ്ട്. കണ്ണ് അടക്കുമ്പോഴും അവളുടെ മുഖമാണ് എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് പോലെ. ഏത് ആൾക്കൂട്ടത്തിൽ പോയാലും തിരയുന്നത് അവളുടെ മുഖമാണ്. ഹോസ്പിറ്റലിൽ നിന്നും രാത്രി വീട്ടിൽ വന്ന് കയറാനേ തോന്നിയില്ല. മുറിക്കുള്ളിൽ അവളെ കരച്ചിൽ അല അടിക്കും പോലെ. അതിനുശേഷം ഉറങ്ങാൻ മദ്യം തന്നെയാണ് ആശ്രയം. ഓപ്പി കഴിഞ്ഞ് റൗണ്ട്സിന് പോകാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് സിസ്റ്റർ വന്ന് അത് പറഞ്ഞത്. ഡോക്ടർ, ഒരു എമർജൻസി ഉണ്ട്. സൂസൈഡ് അറ്റംപ്റ്റാണ്. ഇത്തിരി സീരിയസ് ആണ്. പ്ലീസ് കം. കേട്ടത് പാതി ഞാൻ ഇറങ്ങി ഓടി. ഒബ്സർവേഷൻ റൂമിൽ ആളെ കിടത്തിയിരിക്കുകയാണ്. ഞാൻ ചെന്നപ്പോൾ കണ്ടു, വാടിയ ചേമ്പിൻ തണ്ട് പോലെ ആ പെൺകുട്ടി. ഒരിക്കൽ കൂടി കാണാമെന്നും തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെന്നും ആശിച്ചിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് കരുതിയില്ല. ഇത് താൻ കാരണമാണ്. കണ്ണുകൾ നിറയാൻ തുടങ്ങി. സിസ്റ്ററുടെ വിളിയാണ് സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. 2 വൈൻ കട്ട് ആയിട്ടുണ്ട്. അപ്പോൾ മരിക്കാൻ ഉറപ്പിച്ചു തന്നെയാണു. ഉടൻ തന്നെ ഐസിയുവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ബ്ലഡ് ഒരുപാട് ലോസ് ആയിട്ടുണ്ട്. ഇതുവരെയും ബോധം വീണിട്ടില്ല. ബ്ലഡ് ഒട്ടും ഇപ്പോൾ ശരീരത്തിലുമില്ല. 2 ബോട്ടിൽ അടയ്ക്കേണ്ടി വന്നു. സിസ്റ്ററിൻ്റെ സംസാരത്തിൽ നിന്നു തന്നെ അവളുടെ ജീവിതം ഏകദേശം പിടികിട്ടി. കൊണ്ടുവന്ന ഹോസ്പിറ്റൽ മെറ്റും വാർഡിനും പറഞ്ഞ അറിവാണ്. ജീവിതത്തിൽ തനിച്ചായി പോയെന്ന് തോന്നിയപ്പോൾ ചെയ്തതാകും. വളരെ പ്രയാസപ്പെട്ടാണ് കണ്ണു വലിച്ചു തുറന്നത്. കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുകളിൽ കറങ്ങുന്ന ഫാന്. ഞാൻ ഇത് എവിടെയാ? അപ്പോൾ ഞാൻ മരിച്ചില്ലേ? നോക്കിയപ്പോൾ ഒരു കൂട്ടം വയറുകൾക്കിടയിലാണ് കിടക്കുന്നത്. ഇടതു കൈ കെട്ടിവെച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ എൻ്റെ വലതു കൈ പിടിച്ച് ആരോ എടുത്തു കിടക്കുന്നു. ആരാ അത്? കൈ പതുക്കെ അനക്കി. അയാൾ എഴുന്നേറ്റപ്പോയാ ഞാൻ ആ മുഖം കാണുന്നത്. ഞാൻ ആരെയാണോ ജീവിതത്തിൽ ഇനി കാണരുതെന്ന് ആഗ്രഹിച്ചേ, അതേ മുഖം. അറിയാതെ എൻ്റെ കൈ വയറ്റിലേക്ക് പോയി. എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ആ മനുഷ്യന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു പായ് ശ്രമമായി പോയി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് എൻ്റെ 2 കണ്ണുകളും തുടച്ചു തന്നു. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുവാറായിരുന്നു. അത് കണ്ടു എനിക്ക് എന്തോ വല്ലായ്മ തോന്നി. ഞാൻ മുഖം തിരിഞ്ഞു. ഉടനെ തന്നെ ഇറങ്ങിപ്പോകുന്നത് കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡോക്ടർമാർ മാറി മാറി വന്നു നോക്കും. നേഴ്സിൽ നിന്നും ഞാൻ ഇവിടെ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞെന്നും മനസ്സിലായി. എന്നെ ഇവിടെ കൊണ്ടുവന്നവർ അപ്പോൾ തന്നെ പോയെന്നും മരിക്കാൻ പോലും ഈശ്വരൻ അനുവദിച്ചിട്ടില്ലല്ലോ. ആ ഒരു ദിവസം ഞാൻ ആ മനുഷ്യനെ കണ്ടതേയില്ല. അതും ഒരു കണക്കിന് ആശ്വാസം. പിറ്റേ ദിവസം എന്നെ റൂമിലേക്ക് മാറ്റി. കൈ നല്ല വേദനയുണ്ട്. 2 വൈൻ അല്ലേ കട്ട് ചെയ്തത്? എന്തിനെന്തോ ദൈവേ ഈ ജന്മം ബാക്കി വെച്ചത്. മരുന്നിൻ്റെ എഫക്റ്റിൽ കണ്ണുകൾ തന്നെ അടഞ്ഞു.
എപ്പോഴോ കണ്ണു തുറന്നപ്പോൾ കണ്ടു എന്നെ നോക്കി കസേരയിലിരിക്കുന്ന ആ മനുഷ്യനെ. എനിക്ക് അയാളോട് തോന്നുന്ന വികാരം എന്താണെന്നു എനിക്കു തന്നെ മനസ്സിലായില്ല. ഞാൻ കണ്ണുകൾ തുറന്നുകൊണ്ട് എൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു. ബെഡിലിരുന്ന് എൻ്റെ വലതു കൈ പിടിച്ച് കൈ കോർത്തു. ഞാൻ കൈ വലിക്കാൻ ശ്രമിച്ചില്ല. ഞാൻ ദൂരേക്ക് നോക്കി കിടന്നു. കൈയിൽ നനവ് തട്ടിയപ്പോൾ നോക്കി. അയാൾ കരയുകയാണ്. ഒരു ആൺ കരയുന്നത് കണ്ടപ്പോൾ എന്തോ പോലെ. ക്ഷമിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിന്റെ ഈ അവസ്ഥക്ക് കാരണം ഒരു പരിധിവരെ ഞാൻ തന്നെയാണ്. ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ പേര് പോലും എനിക്കറിയില്ലല്ലോ. ഞാൻ കാരണം മാനം പോയ നിന്നെ വഴിയിൽ ഉപേക്ഷിക്കില്ല. അത്രയും പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് പോയി. പേരും പോലും എനിക്കും അറിയില്ല. കോട്ടുള്ളത് കൊണ്ട് ഡോക്ടറാണെന്ന് മനസ്സിലായി. പേര് പോലും അറിയില്ല. കുറച്ചു കഴിഞ്ഞ് വന്നു. എന്നെ ബെഡിൽ നിന്നും എഴുന്നേൽപ്പിച്ചു ചാരിയിരുത്തി. കൊണ്ട് വന്ന ബൗളിൽ നിന്നും കഞ്ഞി സ്പൂണിൽ കോരി വായിൽ വെച്ച് തന്നു. ആദ്യം വിസമ്മതം കാണിച്ചെങ്കിലും മുഴുവൻ കുടിപ്പിച്ചു. നേഴ്സ് വന്നപ്പോൾ എന്തൊക്കെയോ പറഞ്ഞേൽപ്പിച്ചു. എന്നെ നോക്കിയിട്ട് ഇറങ്ങിപ്പോയി. പിന്നീട് നേഴ്സ് വന്നപ്പോൾ പറഞ്ഞു നാളെ ഡിസ്ചാർജ് ചെയ്യുമെന്നും. ബില്ലിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അത് ആരോ അടച്ചെന്നും പറഞ്ഞു. അയാളല്ലാതെ ആര് എനിക്ക് വേണ്ടി ബില്ലടക്കാൻ? ഒരു രാത്രി കൂടെ കിടന്നതിൻ്റെ പ്രതിഫലമാകും. പിറ്റേന്ന് അയാൾ വന്നു. എന്തൊക്കെയോ സംസാരിച്ചു. ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. വൈകിട്ട് ഡിസ്ചാർജ് ചെയ്തു. അയാൾ ഹോസ്റ്റലിൽ കൊണ്ടാക്കാമെന്നും കാല് പിടിച്ചു പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി നടന്നു. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവിടെ അടുത്ത പുകില്. ആത്മഹത്യ ശ്രമിച്ചതായതുകൊണ്ട് ഞാൻ ഇനി അതുതന്നെ ആവർത്തിക്കുമെന്നും പറഞ്ഞ് എന്നെ നിഷ്കരുണം പുറത്താക്കി. എൻ്റെ സാധനങ്ങൾ അവർ തന്നെ ബാഗിലാക്കി വെച്ചിരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കാതെ പടിയിറങ്ങി. ഇനി എന്ത്? അത് എൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി. രണ്ട് കൈയിലും വെയിറ്റുണ്ട്. ഇടതു കൈയിൽ സ്വിച്ച് പൊട്ടിയെന്ന് തോന്നുന്നു. വെയിറ്റ് എടുത്തിട്ട് കൈയിൽ കൂടി ബ്ലഡ് ഒഴുകിയിറങ്ങുന്നു. ഞാൻ അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് നടന്നു. ഗേറ്റ് കടന്നപ്പോൾ കണ്ടു എൻ്റെ വരവ് പ്രതീക്ഷിച്ചെന്ന പോലെ കാറിൽ ചാരി എന്നെ തന്നെ നോക്കി നിൽക്കുന്ന അയാൾ. ഞാൻ കാണാത്തതുപോലെ തിരിഞ്ഞു നടക്കാൻ പോയെങ്കിലും കയ്യിൽ പിടി വീണിരുന്നു. കുതിരാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. എൻ്റെ കയ്യിലുള്ള ബാഗ് വാങ്ങി എൻ്റെ വലതു കൈ പിടിച്ച് കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ഫ്രണ്ടിലെ ഡോർ ഓപ്പൺ ചെയ്ത് എന്നെ അവിടെ ഇരുത്തി. ഡോർ അടച്ചു. എന്നിട്ട് ബാക്കിലെ ഡോർ ഓപ്പൺ ചെയ്ത് ബാഗ് വെച്ച് മുന്നിൽ ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു. കയറിയ പാടെ തന്നെ എൻ്റെ കയ്യിലേക്ക് നോക്കി. ഇടതു കൈയിൽ നിന്നും കൂടെ രക്തം ഒഴുകുന്നു. കാറിൻ്റെ ഡാഷ് ബാഗിൽ നിന്നും ഒരു നീളം തുണിയെടുത്ത് ചുറ്റിക്കെട്ടി തന്നു. പിന്നെ വണ്ടി ഇടയ്ക്ക് ഒരിടത്തും നിർത്താതെ പറത്തി വിടുകയായിരുന്നു. വലിയൊരു ഗേറ്റ് കടന്ന് കാർ ഒരു വീടിൻ്റെ മുന്നിലെത്തി. മുന്നേ വന്നതുകൊണ്ട് ഇത് അന്നത്തെ വീടാണെന്ന് മനസ്സിലായി. കാറിൻ്റെ ഡോർ തുറന്ന് അയാൾ ഇറങ്ങി. ഇപ്പുറത്ത് വന്ന് എന്നെയും പിടിച്ചിറക്കി. വീടിൻ്റെ കതക് തുറന്ന് അകത്തു കയറി. ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. ഇനി അകത്തേക്ക് കയറാൻ ഞാൻ താലപ്പൊലി അടുക്കണോ? അകത്ത് നിന്നും തലയിട്ട് ഡോക്ടർ വിളിച്ചു ചോദിച്ചു. ഒന്ന് ചിന്തിച്ച ശേഷം മടിച്ചു അകത്തു കയറി. മാനം പോയവർക്ക് ഇനി എന്തു ആലോചിക്കാൻ? ഞാൻ അകത്തു കയറിയ പാടെ ഒരു കുഞ്ഞു റൂമിൽ എന്നെ കൊണ്ടുപോയി. ഞാൻ ചുറ്റും നോക്കി. ഓഫീസ് റൂം ആണെന്ന് തോന്നുന്നു. എന്നെ പിടിച്ച് ചെയറിലിരുത്തി. കയ്യിൽ കെട്ടയച്ചു. ഒരു കോട്ടൺ തുണിയിൽ എന്തോ മുക്കിയിട്ട് ബ്ലഡും തുടച്ചു. സ്വിച്ച് പൊട്ടിയിട്ടുണ്ട്. നിന്നോടാരാ പറഞ്ഞേ വെയിറ്റ് എടുക്കാൻ? ഇത്തിരി ദേഷ്യത്തോടെയാണ് ചോദ്യം. ഞാൻ മറുപടി പറയില്ല എന്നും അറിയാവുന്നത് കൊണ്ടാകാം ഉത്തരത്തിനായി എൻ്റെ മുഖത്ത് നോക്കിയില്ല. സ്വിച്ച് വീണ്ടും ചെയ്തു. എന്നെ കൊണ്ടുപോയി മറ്റൊരു റൂമിലിരുത്തി. കാറിൽ നിന്നും എൻ്റെ ബാഗ് എടുത്ത് കൊണ്ടുവന്നു. ഇനി മുതൽ ഇതാണ് നിന്റെ വീട്. ഇവിടെയൊന്ന് ഇറക്കി വിടാൻ ആരും വരില്ല. അത്രയും പറഞ്ഞിട്ട് പുറത്തു ഇറങ്ങിപ്പോയി. ക്ഷീണം കൊണ്ട് ഞാനൊന്ന് മയങ്ങിപ്പോയി. പിന്നെ കണ്ണു തുറന്നപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. കട്ടിലിൽ തന്നെ കിടന്നു. കുറച്ചു കഴിഞ്ഞ് റൂമിൽ വെളിച്ചം തെളിഞ്ഞത് കണ്ടു നോക്കി. ഡോക്ടറാണ്. നടന്നു വന്ന് എന്നെ കട്ടിലിൽ നിന്നും പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഇരുത്തി. വിശക്കുന്നില്ലേ?
ഉറങ്ങുന്നത് കൊണ്ടാ വിളിക്കാത്തത്. വാ കഴിക്കാം. എനിക്കൊന്നും വേണ്ട. ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ടെങ്കിലും അങ്ങനെയാണു പറയാൻ തോന്നിയത്. അനു, എന്നോടുള്ള ദേഷ്യം ഭക്ഷണത്തോട് കാണിക്കണ്ട. വാ. ഒന്നാമത് ശരീരത്തിന് ബ്ലഡില്ല. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ. നിന്നോട് പറഞ്ഞാൽ അനുസരിക്കാൻ വയ്യെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ഒരു കള്ളച്ചിരിയും ചിരിച്ച് എന്നെ കയ്യിൽ കോരിയെടുത്തു കൊണ്ടുപോയി. കയ്യിൽ കിടന്ന് കുറെ കുതറിയെങ്കിലും വിട്ടില്ല. പോയി ഡൈനിങ് ടേബിളിൽ ചെയറിലിരുത്തി ആഹാരം എനിക്ക് വിളമ്പി തന്നു. കഴിക്കാൻ മടിച്ചിരുന്ന എന്നെ കണ്ണുകൊണ്ട് ഉരുട്ടി കാണിച്ചു. കൈ കഴുകി എഴുന്നേറ്റ് തിരിച്ച് റൂമിൽ കട്ടിലിൽ വന്ന് കിടന്നു. അപ്പോഴേക്കും അയാളും വന്നു. ഇവിടെയാണോ അയാളും കിടക്കുന്നത് എന്ന ഭാവത്തിൽ എന്നെ തുറിച്ചു നോക്കി. ഞാൻ ഇവിടെയാ കിടക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. മുഖത്ത് നോക്കാതെ അയാളോട് പറഞ്ഞു. അയാളുടെ വീടാണെന്ന് കരുതി ഒരു റൂമിൽ കിടക്കുക എന്നു വെച്ചാൽ